പെർസെൻറ്റേജിൽ പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഹ്യൂമൻ ബ്രെയിൻസിനില്ല. ഇതുകൊണ്ടാണ് നമ്മൾ പല റിട്ടേൺസും കിട്ടുമ്പോൾ 12 അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ 14 എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും 14% വാട്ട് യാർ ദിസ് ഈസ്. ബിക്കോസ് വി നെവർ നോ ഹൗ പവർഫുൾ ഇറ്റ് ഈസ് ഇൻ ലോങ് ടേം. What about this quiz? You have two options. ഇപ്പം ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും either you will get 1 lakh per day for 30 days or you will get rupees 1 today, rupee 2 tomorrow, rupees 4 day after, like it will get doubled every day, but that also for next 30 days. So which one you will choose? Second one, right? Compounding. I know that you will tell that. So I will change the offer. Instead of 1 lakh, my revised offer is 10 lakh per day. Second option remains the same. Now which one will you choose? First one, right? ആദ്യം പറഞ്ഞപ്പോൾ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ ഓപ്ഷൻ വന്നപ്പോൾ ഫസ്റ്റിലേക്ക് നമ്മൾ മാറി. കാരണം നമുക്കറിയാം അവിടെ 3 കോടി രൂപ കിട്ടുന്നത് അല്ലേ, മറ്റോടത്ത് നമുക്ക് അറിയില്ല എത്ര കിട്ടുന്നത്. സോ വിൽ ഗോ വിത്ത് സർട്ടനിറ്റി. സ്റ്റിൽ ദർ ഈസ് എ പേഴ്സൺ ഹു സേസ് സെക്കൻഡ് അല്ലേ. ഞാൻ ഊഹിച്ചു അതും വരുന്നു. സോ ഐ ഗിവ് യു ഫോർ യു ഐ ഗിവ് യു 1 crore per day. Only for you, there is a 1 crore per day for 30 days. Will you change now? 1 crore per day for 30 days. You will get 30 crores. Right? This is how our brain perceives things. We always have a tendency towards absolute value. പെർസെൻറ്റേജിൽ പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഹ്യൂമൻ ബ്രെയിൻസിനില്ല. ഇതുകൊണ്ടാണ് നമ്മൾ പല റിട്ടേൺസും കിട്ടുമ്പോൾ 12 അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ 14 എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും 14% വാട്ട് യാർ ദിസ് ഈസ്. ബിക്കോസ് വി നെവർ നോ ഹൗ പവർഫുൾ ഇറ്റ് ഈസ് ഇൻ ലോങ് ടേം. ദിസ് ഈസ് എ ചാർട്ട്. എത്ര പേര് 10 ലക്ഷം എടുക്കും? ഓൾമോസ്റ്റ് എവരിബഡി എക്സെപ്റ്റ് 1 person. So you will get around 3 crores. If you had chosen this one, 1, 4, 8, like get doubled, you will get 107 crores. Just 30 days. Is compounding powerful? എക്സൽ ഷീറ്റ് കാണാൻ പറയില്ലല്ലോ, അതുകൊണ്ടാണ് ഫുൾ ഷീറ്റ് അടിച്ചത്. ഞാൻ 107 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. ഫുള്ള് ഇവിടെ അടിച്ചു വെച്ചാൽ കുഴപ്പമില്ലല്ലോ. ദ മാജിക് ഹാപ്പൻസ് ഓൺലി ആൻ 29th and 30th day. ഈ 2 ദിവസം കൊണ്ട് മാത്രം എടുത്താൽ ദർ ഈസ് 80 crores. 107 കോടിയിൽ 80 കോടി വന്നതും 29-30 മാത്രമാണ്. പക്ഷേ നമുക്ക് പേഷ്യൻസ് ഇല്ല. നമ്മൾ മനക്കിൽ കൂട്ടി കുറച്ച് 10, 300, 500 വരെയൊക്കെ കൂട്ടി. 10 ദിവസമായിട്ട് 500, 600, 10 ദിവസം 500 രൂപയുള്ളൂ. ഇതുവരെയൊക്കെ മൈൻഡിൽ കൂട്ടാൻ പറ്റും. ഇതിന് മുകളിൽ കൂട്ടാനുള്ള കപ്പാസിറ്റി ബ്രെയിൻ ഇല്ല. സോ നമുക്ക് അപ്പുറത്ത് നമുക്കറിയാം 10 ലക്ഷങ്ങളാവും. റൈറ്റ്? സോ ദിസ് ഈസ് ഹാപ്പൻസ് in our personal finance also, the way we manage. If somebody says you only 10% return or 13% return or 15% return over a period of 30 years, if it get compounded, the wealth is going to be massive. Believe me, but the only thing you should have the patience, which rarely people have. This is why Albert Einstein has taught compound interest is the 8th wonder of the world. ഇത് 1900 early 19th century ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും still even 2024 are we able to implement it or are we able to at least understand it? ഇതിൽ ഹൗസിംഗ് ലോണിൽ എത്രയും പേരുണ്ടോ? ഹൗസിംഗ് ലോണിൽ അറിയുന്നുണ്ടോ? ഹൗ മെനി ഹാസ് ഹൗസിംഗ് ലോൺ അല്ലേ? ഹൗസിംഗ് ലോണിൽ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു എപ്പോൾ പറയണം, ഒരു 4-5 വർഷം അടച്ചിട്ട് തീരല്ലേ എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? എത്ര വർഷം ഹൗസിംഗ് ലോൺ എടുത്ത് എത്ര വർഷമായി? 8 years. അടച്ച എമൗണ്ട് ഇപ്പോഴും അവിടെ തന്നെ കാണും. 8 years റീപേ ചെയ്തു ഓൾമോസ്റ്റ് അല്ലേ? 20 വർഷത്തിൽ തീരുന്നതാണ് ബാങ്ക് പറഞ്ഞത്. ഇപ്പോൾ ഒരു സംശയമില്ല, തീരുമല്ലോ, ഉണ്ടോ ഇല്ലയോ? കുറച്ചുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് വേർ ഹാപ്പൻസ്. ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് കോമ്പൗണ്ടർ ആണ്, നമ്മൾ അങ്ങോട്ട് പേ ചെയ്യണം.
അല്ലെ? ഒഴുക്കിനെതിരെ നീന്തുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ? അതാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലോ, ദാറ്റ് ഈസ് വേർ വി ആർ യൂസിങ് ദ പവർ ഓഫ് കോമ്പൗണ്ടിങ് ടു അവർ അഡ്വാൻറ്റേജ്. ഹൗസിംഗ് ലോൺ, ദാറ്റ് ഈസ് വേർ വി ആർ പ്ലേയിങ് അഗെയിൻസ്റ്റ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഇനി ഇൻട്രസ്റ്റിംഗ്ലി ഹൗസിംഗ് ലോണിൻ്റെ റേറ്റ് ഈസ് ദ ലോവസ്റ്റ് റേറ്റ് അല്ലേ? 8.5 കോമ്പൗണ്ട് ചെയ്യുന്ന ഒരു സാധനത്തിനെ തിരിച്ചടയ്ക്കാൻ ഇത്ര ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഒരു 13-14% കോമ്പൗണ്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഇത് എത്ര അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ശ്രദ്ധിച്ചല്ലോ, അവിടെ 8.5 ഇത് കോമ്പൗണ്ട് ചെയ്യുന്നത്, പക്ഷെ അത് അടയ്ക്കാൻ ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് കോമ്പൗണ്ടിങ് ഈവൻ അറ്റ് 8.5. അപ്പോൾ തിരിച്ച് 13-14% കോമ്പൗണ്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇഫ് യൂസ്ഡ് properly, massive amount of wealth can be created.